മോഹൻലാൽ ആവറേജ്. ബ്രോ ഞാൻ മോഹൻലാൽ ഫാനായിരുന്നു, പക്ഷെ ഇപ്പൊ ടൊവിനോ ഫാനായി. ടൊവിനോ വിഷയം മോഹൻലാൽ വിഷയം അല്ല, മോഹൻലാൽ വിഷയമാണ്. പക്ഷേ പൃഥ്വിരാജും ടൊവിനോയും നിന്നുകൊണ്ട് ഞാൻ ഇപ്പൊ ടൊവിനോ ഫാനായി. എല്ലാം അടിപൊളിയാണ്. ഹൈപ്പ് പോലെ തന്നെ പടം അടിപൊളിയാണ്. സിനിമ കിട്ടില്ല, 3 വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മള്. പിന്നെ വില്ലന്മാർക്ക് എന്റെ പൊന്നറിയാം, സീന് എല്ലാ സസ്പെൻസ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടു നോക്ക്, എന്റെ ടീസാണ്. വേറൊരു ക്ലാസ് അടിപൊളി, ഒരു രക്ഷയില്ല. ഞാനിട്ട് ഒന്നും പറയാനില്ല. ദൈവന്റെ അടുത്ത് മേക്കിംഗ് വേറെ ലെവലാട്ടോ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല, വേറെ ലെവൽ പടം. താങ്ക് യു. ഹെവി സൂപ്പർ ഫിലിം ആയിരുന്നു. മൊത്തത്തിൽ മേക്കിംഗ് ഒക്കെ ഹെവി ആയിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം, നമ്മൾ വാച്ച് ചെയ്യാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, വെരി വെൽ ആർട്ടിക്കുലേറ്റഡ്, മേക്കിംഗ് എല്ലാം ടോപ്പ് നോച്ച് ആണ്. വെരി ഗുഡ്, നല്ലതുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ ബെഞ്ച് മാർക്ക് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. കൊള്ളാം, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ഗുഡ് മൂവി ആൻഡ് സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. ആൻഡ് കാസ്റ്റിങ്ങും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇത്രയും ഒരു ഹേറ്റ് ക്യാമ്പയിൻ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഹോളിവുഡ് രീതിയിൽ മേക്ക് ചെയ്തേക്കുന്ന മൂവിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തിയേറ്ററിൽ വന്നിട്ട് ആ മൂവി കാണണം. ഓഡി 1 ഐ തിങ്ക് അതിൻ്റെ ഒരു സെൻട്രൽ സീറ്റിൽ എനിക്ക് കിട്ടി, ഫോർച്യുനേറ്റ്ലി. ആൻഡ് അതൊരു നല്ല വാച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ തിങ്ക് എൻറ്റയർ സാറ്റയർ ആണ്, ഒരു ഫിക്സഡ് പാർട്ടി പോലെയോ അങ്ങനെയൊന്നും അല്ല. ഇതിനകത്ത് ഈ മൂവി നമ്മൾ വാച്ച് ചെയ്താൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും പ്ലസ് ആൻഡ് മൈനസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും മഞ്ജു വാര്യരും മോഹൻലാലും ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാം നല്ലതാണ്. അത്ര എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നില്ല, പക്ഷേ എമ്പുരാൻ ഓക്കെയാണ്. മേക്കിംഗ് എങ്ങനെയുണ്ട്? പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഒക്കെ കുഴപ്പമില്ല, പക്ഷേ പൃഥ്വിരാജ് അടിപൊളിയാണ്. എങ്ങനെയുണ്ട് മൂവി? മൂവി നല്ല പടം, നല്ല പടം, കൊള്ളാം. ഓക്കെ അടിപൊളിയാണ്. മേക്കിംഗ് കിട്ടില്ല. സൂപ്പർ പടം ബ്രോ. മേക്കിംഗ് അടിപൊളിയാണ്. മലയാള സിനിമയിൽ ഇത്തരങ്ങളിലും മേക്കിംഗ് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അടിപൊളി മേക്കിംഗ്. പൃഥ്വിരാജിന് ഹാറ്റ്സ് ഓഫ്. മോഹൻലാലിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, ആ ലെവലിൽ കീപ്പ് ചെയ്യുന്ന തന്നെ പറയാം. കാരണം മേക്കിംഗ് കൊണ്ട് അടിപൊളിയാക്കി, ഒരു അടിപൊളി ലെവലാക്കി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനം തന്നെയാണ് ഈ ഒരു പടം. ഇന്നലെ L3 വേണ്ടി വെയിറ്റിംഗ് ആണ്. ക്യാമറയും ബീച്ചും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പറായിരുന്നു. നമുക്ക് KGF കണ്ട ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഈ ഒരു പടത്തിൽ. കാരണം മലയാളം പെർഫോമൻസ് മഞ്ജു വാര്യരായാലും മോഹൻലാലായാലും പൃഥ്വിരാജ് അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. വില്ലന്റെ ലെവലും നല്ല രീതിയിൽ മേക്കിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. ഒരു ഇന്റർനാഷണൽ ലെവൽ, ഹോളിവുഡ് ലെവൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന് ഹാറ്റ്സ് ഓഫ്. ആവറേജ്. കുഴപ്പമില്ല.